ഒടുവിൽ പറഞ്ഞത് തത്വമസി നിരൂപണമാണ് പറഞ്ഞത്. തത്വമസി നിരൂപണം. ഈ തത്വമസി നിരൂപണമാണ് വാസ്തവത്തിൽ ഈ തത്വമസിയാണ് ഇതിൻ്റെ ഉപദേശം, ശരിക്കുള്ള ഉപദേശം. പക്ഷെ ആ ഉപദേശം എന്തിനെ നോക്കിക്കൊണ്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഒരു അധികാരി ആയ പുരുഷനാണ് ഇതിനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്, ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ജന്മമല്ല, അനന്ത ജന്മങ്ങളിൽ ചെയ്ത് പതുക്കെ പതുക്കെ തേറിയ ഒരു പുണ്യം എന്നാണ് ഇതിൽ പറയുന്നത്. അനന്ത ജന്മങ്ങളായിട്ട് ഇയാൾ അനുഷ്ഠിച്ച് വന്ന നിഷ്കാമ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായ ചിത്തശുദ്ധിയിൽ ഇയാൾക്ക് സദ്ഗുരു ലാഭം ഉണ്ടായി. ആദ്യം പറഞ്ഞ സദ്ഗുരു ലാഭമാണ്. പക്ഷെ ചിത്തശുദ്ധി എന്ന് പറയുന്നില്ലേ, അത് നമ്മൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെ അനന്ത ജന്മങ്ങളിൽ ചെയ്ത് ഏതൊക്കെ പുണ്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ച ഏതോ ഒരു ഭാഗ്യം കൊണ്ട് ഇയാൾക്ക് ചിത്തശുദ്ധിയൊക്കെ വന്ന് ഇയാൾക്കൊരു മനുഷ്യപ്പിറവി കിട്ടി. ഇയാൾക്ക് സദ്ഗുരു ലാഭം ഉണ്ടല്ലോ, ആ ഗുരു തന്നെ തുടർന്ന് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സദ്ഗുരു ലാഭം വന്ന് ആ സദ്ഗുരു ഇയാൾക്ക് ശ്രവണം കൊടുത്തു. ഇയാൾക്ക് വേണ്ടത്ര ശ്രവണത്തിന് അനുസരിച്ച് ഇയാൾക്ക് മനനം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എന്താണ് ഇത് ശ്രവണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഫർമേഷനാണ്, ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് പറയുന്നതാണ് അല്ലേ. അത് നമ്മൾ കേട്ടു, ഈ ചെവി കൊണ്ട് കേട്ടു. പക്ഷെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ലതുപോലെ മനനം ചെയ്യണം. ഇതെന്താണ്, എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഓഹോ, അതാണല്ലേ. ഇത് ഏകാന്തത്തിൽ ഇതിൻ്റെ മനനം ഉണ്ടാവണം. ഈ മനനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ നിധിധ്യാസനം ഇതിൽ സംഭവിക്കും. നിധിധ്യാസനം എന്താണെന്നറിയാമോ? ആത്മസ്വരൂപമായ ഇരിപ്പ്. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. നിധിധ്യാസനം ചെയ്യാൻ പഴകാനായിട്ട് പറഞ്ഞാലും പക്ഷെ നിധിധ്യാസനം ചെയ്യാൻ ആർക്കും പറ്റില്ല. നിധിധ്യാസനം ഇതിൽ സ്വാഭാവികമായി വന്ന് ചേരുന്നതാണ്. മനസ്സ് മാറി ആ അറിവ് മാത്രമായിട്ട് കുറച്ച് നേരം ഇരിക്കുന്ന ഒരു രൂപം ഇതിൽ വരും. അറിവ് മാത്രമായി ഇരിക്കുന്ന ഒരു രൂപത്തെയാണ് സമാധി എന്ന് പറയുന്നത്. അവിടെ എന്താണ് വ്യത്യാസം? മനസ്സില്ല. ഈ മനസ്സല്ലയോ അത് ചെയ്യണം ഇത് ചെയ്യണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ച് ഈ തരത്തിലുള്ള എല്ലാ വിക്ഷേപങ്ങളും ഉണ്ടാക്കുന്ന ഒരാളുടെ അഭാവം ഇവിടെ ഉണ്ട്. അതാണ് മനസ്സ്. അതുകൊണ്ടാണ് മനസ്സറ്റ നിലയാണ് സമാധി നില എന്ന് പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ജാതി എന്താണ് കരുതിയിരിക്കുന്നത്? സങ്കല്പ വികല്പങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സ് ശബ്ദസ്പർശ രൂപരസ ഗന്ധമാകുന്ന ഈ 5 വിഷയങ്ങളിൽ കൂടി ഈ മനസ്സ് പാഞ്ഞിരിക്കുകയാണ്. ഇത് എന്താണ് ചെയ്യുന്നത്? ഈ മനസ്സ് ഇതിനെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് ഓരോ സങ്കല്പങ്ങളെ ചെയ്തു കൂട്ടുകയാണ്. സങ്കല്പങ്ങളെന്ന് വെച്ചാൽ വാസ്തവമല്ലാത്ത ഒരു അവാസ്തവമായ ഒരു സ്വഭാവമാണ് ഈ സങ്കല്പം. ഇപ്പം തന്നെ മന്ദാന്ത്യ കാലത്തിൽ ഒരു കഷ്ണം കയറാണ് അവിടെ കിടന്നത്. പക്ഷേ അത് കയറാണെന്ന് ധരിക്കാതെ അതിൻ്റെ മേൽ പാമ്പിനെ ആരോപിച്ച് കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ അതിൻ്റെ റിയലാണോ കണ്ടത്? രണ്ടാമത് ആ സങ്കല്പത്തെയാണ് കണ്ടത് പാമ്പായിട്ട്. റിയൽ എന്താണ്? സങ്കല്പരഹിതമായിട്ട് അറിയത്തക്കതാണത്. റിയൽ എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതുമല്ല, അത് നമ്മുടെ നിജസ്വരൂപമാണ്. ആക്ച്വലി കയറ് തന്നെയാണ് എപ്പോഴും. പക്ഷേ കയറിനെ മറച്ചുകൊണ്ട് അതിൽ പാമ്പെന്നൊരു ആരോപം ജനിച്ചതാണ്. ഇതിനാണ് ജനിച്ചു എന്ന് പറയുന്നത്. ഇതെല്ലാം ജനിച്ചിരിക്കുന്നവയാണ്. സത്യത്തിൽ ജനിക്കാത്ത ഏതാണ് രാധികൻ ചോദിച്ചാൽ തൻ്റെ ആ അറിവ് ജനിച്ചതല്ല, അത് അനാദി അറിവാണ്. ഇതിന് മുമ്പിലാണ് ഈ സ്ക്രീനിൽ പ്രൊജക്ഷൻ പോലെ ഈ 3 ദശ വന്നിട്ട് പോവുകയാണ്. ഇതിൽ ജാഗ്രത ദശയാണ് നമ്മളിപ്പോൾ ഈ അഭിമുഖീകരിക്കുന്നത്. ഈ ജാഗ്രത ദശയുടെ പ്രത്യേകത എന്താണ്? ഈ മനസ്സ് സജീവമാണ് ഈ ദശയിൽ. അതുകൊണ്ട് തന്നെ ഈ മനസ്സ് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ കൂടെ ഇത് പായും. ഇത് വെളിയിലേക്ക് പാഞ്ഞിരിക്കുകയാണ്. ഇതിനെ പിടിച്ച് കെട്ടുന്നതാണ് നമ്മളുടെ ഉദ്യമം.
ഇതിനെ പിടിച്ച് കെട്ടുന്നതാണ്. ഒരു പറയുന്നു, കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെര വീണുന്ന് വണങ്ങി ഓതിടേണം. ഇത് ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വഴി ഈ കണ്ണങ്ങൾ വഴി വെളിപ്പെട്ട് പോയിരിക്കുന്നത് ഈ മനസ്സാണ്. ഇതാണ് നമുക്ക് ലോസ്. നമ്മുടെ ശങ്കരഭഗവത്പാദർ പറയുന്നു, നാനാദൃശ്യ ജഡോപവസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം ചക്ഷുരാദി കരണദ്വാരാ ബഹിസ്പർദ്ധത. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഈ അറിവ്, ഈ ചക്ഷുരാധികരണദ്വാര ബഹിസ്പർദ്ധത, വെളിയിലേക്ക് പോയിരിക്കുക. അവർ പറയുന്നു, ഇത് നമ്മൾ ബലഹീനരാക്കിയിരിക്കുകയാണ്. ഇത് പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാനുള്ള ഒരു ബലഹീനത സൃഷ്ടിച്ചാണ് ഈ മനസ്സിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ അടക്കാനും മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിനെ നിശ്ചലമാക്കാനും പറഞ്ഞുകൊണ്ട് വേദം ഒരുപാട് രൂപത്തിൽ പണിപ്പെട്ടിരിക്കുകയാണ്. ഒന്നും ഈ കർമ്മകാണ്ഡം, അതാണ് നാമജപം. നാമജപം ചെയ്ത് എന്താണ് ചെയ്യുന്നത്? മനസ്സിനെ കുറച്ച് സമയമെങ്കിലും വീട്ടുകാരും നാട്ടുകാരും അത് തൻ്റെ ശരീരത്തെ പറ്റിയുള്ള ഓർമ്മ എല്ലാം മറന്നിട്ട് ഒരു മന്ത്രത്തിലോ ഒരു ഇതിലോ ജപത്തിലോ മനസ്സിനെ നിലനിർത്തുന്നതാണ്. എൻ്റെ ഉദ്ദേശം എന്തിനാണ് ഇത്? വെളിപ്പെട്ട് പോവാതെ മനസ്സിനെ നമ്മൾ സ്വരൂപിച്ചത്. അതായത് ഇതിനെയാണ് കർമ്മത്തിലൂടെ. ഇനി യോഗത്തിലൂടെയും പറ്റും. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധിക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. അതെങ്ങനെ? പ്രാണായാമം, പിന്നെ കടയോഗമൊക്കെ ചെയ്ത് ഏതിനെ നിയന്ത്രിക്കാം? മനസ്സിനെ നിയന്ത്രിക്കാം. അതിന് മേളിലാണ് ജ്ഞാനമാർഗം. ജ്ഞാനവഴി എന്ന് വെച്ചാൽ തത്വചിന്തനത്തിലൂടെയും മനസ്സിനെ നിരോധിക്കാം. മനസ്സിനെ നിരോധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സമാധി ഇതിൽ ഉണ്ടാവാനാണ്. ഈ സമാധി എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളതുപോലെ അറിയിക്കുന്ന ഒരു മാധ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു മാധ്യമമായിട്ട് പറയാം. സമാധി ഒരു അവസ്ഥ തന്നെയാണ്, സമാധി അവസ്ഥ. പക്ഷേ ഈ സമാധി അവസ്ഥ മനസ്സിൽ നിർവികൽപ്പമായിട്ട് മനസ്സിനെ നിലനിർത്തി എന്തുപറ്റി പറഞ്ഞത്? ഈ സമാധി അവസ്ഥ മനസ്സിനെ നിശ്ചലമാക്കുകയാണ്. മനസ്സിനെ നിശ്ചലമാക്കുന്ന ഒരു സ്വഭാവത്തെയാണ് സമാധി അവസ്ഥ എന്ന് പറഞ്ഞത്. ഈ മനസ്സ് നിശ്ചലമായാൽ ഉടനെ തന്നെ അവർ പറയുന്നു, ഈ സ്വരൂപത്തിൻ്റെ ആനന്ദം ഭാനമാവാൻ തുടങ്ങും. ആനന്ദം എന്ന് പറയുന്നത് തൻ്റെ ഈ സ്വരൂപം എന്നുള്ള സച്ചിത് ആനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് തൻ്റെ സ്വരൂപം. സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപനാണ്. ഈ ആത്മ സച്ചിദാനന്ദ സ്വരൂപിയാണ്. അവർ പറയുന്നു, മനസ്സ് ഇങ്ങനെ വിക്ഷേപരൂപമായി നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പം ഞാൻ ചലനാത്മകമായ മനസ്സ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് പോലും തൻ്റെ സ്വരൂപത്തിൻ്റെ വിശേഷ രൂപം അറിയാൻ സാധിക്കാത്ത. തൻ്റെ സ്വരൂപത്തിൻ്റെ വിശേഷ രൂപമാണ് ചിത്തുമാനന്ദം. സത്ത് എല്ലാവർക്കും പ്രകടമാണ്. അതുകൊണ്ടാണ് ഞാനുണ്ടെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആരോട് ചോദിച്ചാലും താര ഉണ്ടോയെന്ന് ചോദിച്ചാൽ താര പറയും ഞാൻ ഉണ്ടെന്ന് പറയും. എങ്ങനെ പറഞ്ഞു എന്ന് താര ഓർമ്മിക്കണം. എങ്ങനെ പറഞ്ഞു? സൂര്യൻ ഉദിച്ച് ആ പ്രകാശം കൊണ്ടാണോ അറിഞ്ഞത്? ഇനി പോട്ടെ, സൂര്യപ്രകാശ അഭാവമായി. അതുപോലെ ശബ്ദപ്രകാശം, ഈ പറയുന്ന 5 പ്രകാശങ്ങളാണ്: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 പ്രകാശങ്ങളും അസ്തമിച്ചതിന് ശേഷവും താരയ്ക്ക് താരയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പറയാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഇതാണ് സ്വപ്രകാശമായിട്ടാണ് ഇത് അറിയുന്നത്. ഈ ആത്മ സ്വപ്രകാശമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉപാധിയുടെയും ആവശ്യമില്ലാതെ സ്വയം ജ്യോതിയായിട്ടിരിക്കുന്ന ഈ ആത്മാവിനെ അറിയുന്നില്ല എന്നൊരു മൗഢ്യം, അതാണ് ജ്ഞാനം. അതൊരു മൗഢ്യമാണ്. ഇത് ആക്ച്വലി അവർ പറയുന്നു, ഈ അജ്ഞാനത്തെപ്പറ്റി ഇതെപ്പോൾ വന്നെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും പറയാൻ സാധ്യമല്ല. ഈ അജ്ഞാനത്തിൻ്റെ മായയെന്നും പറയും. ഈ മായ എങ്ങനെ വന്നു എന്നൊരാൾ ചോദിച്ചാൽ
അവർ പറയുന്നു ഈ മായ എങ്ങനെ വന്നു എന്ന് പറയാൻ സാധിക്കില്ല, ഇതിന് വാക്കുകൊണ്ട് പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. കയറിൽ ഈ പാമ്പ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? വന്നിട്ടുണ്ടോ? ഒരു വെറുതെ ഒരു ഭ്രമത്തിൽ ഒരു ഒരു ഇല്യൂഷനായിട്ട് തോന്നിയതാണത്, വാസ്തവമല്ലത്. ഇതുപോലെ ഈ സ്വരൂപത്തിൽ ഈ പ്രപഞ്ചം ഒരു ഇല്യൂഷനാണ്, ഒരു തോന്നൽ അല്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം കുറച്ച് ഉള്ളിലേക്ക് കടക്കാനൊക്കെ ഉള്ള ഒരു പവറൊക്കെ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഈ ചിത്തജടങ്ങളെ വേർതിരിച്ചറിയുന്ന ഒരു സ്വഭാവത്തെയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ചിത്തജടവും ഇത് രണ്ടും കൂടെ ചേർന്ന് കൂടിച്ചേർന്ന് ഒന്നായിട്ട് നിൽക്കുന്നത്, ഇതിനെയാണ് ജീവത്വം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചിത്തിൽ നിന്ന് ഈ ജഡത്തിൽ നിന്ന് ഈ ചിത്തിൽ ജഡത്തിൽ ഉപയോഗിച്ച് കളയും. ഇത് ജഡം, ഇത് ചിത്ത് എന്നറിയുന്ന രൂപത്തിൽ മാറുന്നതാണ് സാക്ഷിഭാവം എന്ന് പറഞ്ഞത്. ഈശ്വരൻ സാക്ഷി രൂപമായിട്ട് ഇതിനെ അറിയുന്നു എന്ന് പറഞ്ഞു. കാരണം ഇത് ഈശ്വരനെ സംബന്ധിച്ച് അതൊരു ദൃശ്യമാണ്. ഏത്? ഈ മായ അല്ലെങ്കിൽ ഈ പറയുന്ന ജഡവസ്തുക്കളെല്ലാം ഒരു ദൃശ്യമാണ്. ഈശ്വരനാണെങ്കിലോ ദൃക്സ്വരൂപനായിട്ടിരിക്കുകയാണ്, ഇതിനെ കാണുന്ന ആളായിട്ട് സാക്ഷിയായിട്ടിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് നമുക്കും പറഞ്ഞു തന്നു വേദം. എന്താണ്? ഇതിനെ കാണുന്നവനായിട്ട് നീ മാറിക്കോളാം. ആക്ച്വലി നീ എപ്പോഴും ഇതിനെ കാണുന്ന ആളാണ്, പക്ഷേ നിനക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് നീ അതിനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട്? നീ അത് നല്ലപോലെ സൂക്ഷ്മമായി വിചാരം ചെയ്യാത്തത് കൊണ്ടാണ്. അതാണ്. അപ്പോൾ അത് വിചാരിക്കാത്ത, അതുകൊണ്ടാണ് മൊത്തത്തിൽ അവർ പറഞ്ഞു വിചാരമറ്റതിനാൽ എന്ന് പറഞ്ഞു അല്ലേ? വിചാരമറ്റതെന്ന് വെച്ചാൽ അർത്ഥം എന്തിനാണ്? ഒരു കാര്യത്തെ നല്ലതുപോലെ മനനം ചെയ്യുന്നില്ല. ഒരു ഇൻഫർമേഷൻ കേട്ടാലേ അത് ഇവർ പറയും ബ്ലാങ്കായിട്ട് അങ്ങ് വിഴുങ്ങാൻ പാടില്ല. ഇവർ പറയുന്നു വിമർശനത്തോടു കൂടി വേണം ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ. വിമർശനം എന്തിനാണ് ഇത്? അതിനാണ് ഇവർ പറയുന്നത് ഈ പൂർവപക്ഷികൾ വന്നിരിക്കുന്നത്. അതാണ് പൂർവപക്ഷികൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിൽ അവർ കുറച്ച് ന്യായങ്ങൾ ഉത്തരിക്കും. പക്ഷെ അത് ആവശ്യം അവരാണ് വാസ്തവത്തിൽ ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നവർക്ക് ഒരു പൂർവപക്ഷ ഇതിൽ തെളിഞ്ഞു വരും. പൂർവപക്ഷം എന്ന് വെച്ചാൽ തൻ്റെ സിദ്ധാന്തത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തൻ്റെ വാസനാഗതമായ ഒരു അറിവ് ഇതിനെ ഇങ്ങനെ അല്ലേ സ്വാമി എന്ന് ചോദിക്കും. അതാണ് പൂർവപക്ഷം. സുരേഷ് പറഞ്ഞു കേട്ടില്ലേ? സുരേഷ് നല്ല വിചാരം ചെയ്യുന്ന ആളാണ്. എല്ലാവരും പൂർവപക്ഷികളാണ്, നമ്മളെല്ലാവരും പൂർവപക്ഷികളാണ്. എന്താണ് ഈ ഏതോ ഒരു പൂർവപക്ഷത്തിൽ അകപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് തനിക്ക് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരാൻ സാധിക്കാത്തത്. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരുന്നതിന് നമ്മൾ നിൽക്കുന്ന ഈ പൂർവപക്ഷത്തെ ഖണ്ഡിക്കണം. നമ്മൾ നിൽക്കുന്ന പൂർവപക്ഷത്തെ ഖണ്ഡിക്കുന്നതിന് നമ്മുടെ കഴിവില്ല. പക്ഷേ നമുക്ക് അതാണ് ഈ ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഗുരുനാഥന്മാരാണ്. ഇവർ നമുക്ക് അതിനെ ഖണ്ഡിക്കാനുള്ള ബുദ്ധി തരും. നമ്മൾ സ്വയം ബുദ്ധി കൊണ്ട് എന്തിനു കൊള്ളാം? എല്ലാവരും ഇവർ പറയുന്നില്ല മൂഢമതേ എന്നാണ് ഭഗവത്പാദർ പാടിയിരിക്കുന്നത് കേട്ടാൽ അതിശയിക്കുകയല്ലോ. മൊത്തത്തിലെ ആളുകളെ മൂഢന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അവർ വിചാരിക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. ഒരു മരക്കഷ്ണം പോലെയാണ് എല്ലാവരും. ഒരു സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടു, ഒരു സത്സംഗം കേൾക്കാനായിട്ട് ഒരാൾ വന്നു. വന്നപ്പോഴേ സ്വാമി പറയുന്നത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് പോലെ ആരംഭിക്കുക. എന്നുവെച്ചാൽ ഇപ്പോഴാണ് നിങ്ങൾ ജനിച്ചത്. ഇതുവരെ നിങ്ങൾ ജനിച്ചു എന്ന് പറയണമെങ്കിലും മരിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? അല്ല, അദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ എടുക്കണം. എന്തിനാണ് രാധികെ? അതിനകത്തുള്ള വിമർശനം നമുക്ക് വരണം. ഈ രൂപത്തിൽ വിമർശന രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒരു അലൗകിക ഒരു തത്വം അതെങ്ങനെ ലക്ഷ്യാർത്ഥമായിട്ടിരിക്കുകയാണ്, വാച്യാർത്ഥം അല്ല ഇത്. കൃഷ്ണനോ ഗോവിന്ദനോ ഇങ്ങനെ പല രൂപത്തിൽ ഇത് പറഞ്ഞ് എന്തിനാണ്? അതിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കാനാണ്. ശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ നമ്മൾ അതിലോട്ട് വന്നുടനെ ഗുരു പറയും, ഇതിനെ അറിഞ്ഞ ആരാണെന്ന് നീ നോക്കുന്നത്. ചിന്മയ സ്വാമികളോട് പണ്ട് ഞങ്ങളിങ്ങനെ പഠിക്കുന്ന ആദ്യ തുടക്ക കാലഘട്ടത്തിൽ, തുടക്കമല്ല ഏതാണ്ട് ഒരു മധ്യ കാലഘട്ടത്തിലൊക്കെ, സ്വാമിയാണെങ്കിൽ അല്ല ആനന്ദത്തിൽ കുടിച്ചാണ് നിൽക്കുന്നത്.
നിങ്ങൾക്കൊന്നും ഒരു സംശയം ഇല്ലേടാ എന്ന് ചോദിക്കും. എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛന്ന്. ഓ ഭാഗ്യം, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്തറിയാമോ, എല്ലാം മനസ്സിലായി പോയില്ലേ, ഇത് സംശയം എങ്ങനെ വരും? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയും. അച്ഛൻ കളിയാക്കാൻ പറയണമെങ്കിൽ നമ്മളെന്തോ വേറെ വിചാരിച്ചെന്നൊക്കെ. അപ്പോൾ സംശയം ഇല്ലാത്തത് ഒരു വലിയ ഒരു സംഭവം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒടുവിൽ ചിരിച്ചോണ്ടകത്തോട്ടൊക്കെ കയറിപ്പോ പിന്നീട് മനസ്സിലായത് അയ്യോ അപ്പം നമ്മൾ ഇതാക്കിയതാണ്, കളിയാക്കിയതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിനെപ്പറ്റി വിചാരിക്കേണ്ടതെന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. പതുക്കെയാണ് സംഗതി മനസ്സിലായത്. അപ്പോൾ പിന്നീട് സ്വാമിയുടെ ചർച്ചയിലൂടെ തന്നെ സ്വാമി അവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ കൂടെ ഇത് ഓടിക്കൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ സ്വാമി അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി സ്വാമി ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മളും കൂടെ ചേർന്ന് ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി വരാൻ സമയമെടുക്കും, കുറച്ച് സമയമെടുക്കും. അനുഷ്ഠാനമൊക്കെ വാങ്ങിച്ചാലേ പറ്റും. ഇതൊരു വലിയ ഒരു ജീവിതത്തിൻ്റെ പരമലക്ഷ്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖപൂർണ്ണമാണ്. ഇനി എത്ര വലിയ പണക്കാരനെന്നോ എത്ര വലിയ ആരോഗ്യവാനെന്നോ എന്ത് പറഞ്ഞാലും അവൻ അനുഭവിക്കുന്ന ദുഃഖം മാത്രമാണ്. അവന് സുഖത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഒരിടവും ഇല്ല. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു സ്വാമി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സുഖം ഈ ആനന്ദം എങ്ങനെ അടയാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ തിരസ്കരണി, ഇതാണ് തിരസ്കരണി മന്ത്രമാണ് ഉപദേശിച്ചത്. തിരസ്കരണി മന്ത്രം ഉപദേശിച്ചു. പല സ്ഥലങ്ങളിലും ഭാഗവതത്തിലെ കാണുന്നത് എന്താണ്, നമ്മളിപ്പോൾ വിചാരിച്ചു വച്ചിരിക്കുന്നതെല്ലാം സുഖം അല്ലെങ്കിൽ ശാന്തി ഉണ്ടാവുമെന്നുള്ള വ്യാജേന അശാന്തികരമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിനെയാണ് മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായി മാറ്റേണ്ട കാര്യമില്ല, ഇത് അറിഞ്ഞാൽ മതി. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മരുഭൂമിയിൽ ജലം ഉണ്ടെന്നുള്ള പ്രതീതി കണ്ട് മൃഗങ്ങളെല്ലാം അതിലേക്ക് യാത്ര ചെയ്ത് അവസാനം അവർ ഭരിക്കുന്നു. അത് കാരണം അവർ എത്ര വെള്ളത്തിലോട്ട് പോയാലും കുറച്ചുകൂടെ അകലെ വെള്ളം കിടക്കും പോലെ തോന്നും. വീണ്ടും നടന്ന് മരുഭൂമിയുടെ മരുഭൂമി പ്രവേശിച്ച് അവർ മരിച്ചു പോകുന്നതാണ് പറയുന്നത്. എന്നാൽ ഒരു വിവേകിയായ മനുഷ്യൻ ഇത് ഇങ്ങനെ കണ്ടിട്ട് അവൻ വേണമെങ്കിൽ കുറച്ച് ദൂരം പോകും. പോയതിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുറവശത്തും വെള്ളം കിടക്കുകയാണ്. അപ്പോൾ അവൻ നടന്നു വന്ന സ്ഥലത്ത് വെള്ളം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും വെള്ളം കിടക്കും. അപ്പോൾ അവന് മനസ്സിലായി ഇതൊരു മിറേജാണ്, ആക്ച്വലി ഇത് വെള്ളമില്ല. അങ്ങനെ കണ്ട ഒരാൾ പിന്നെ ഈ ജലം കണ്ട് ഭ്രമിക്കുമോ? അതാണ് വിവേകം. ഈ വിവേകം കൊണ്ട് ഇപ്പം നമ്മൾ തന്നെ നടന്നു വന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിൽ സുഖം എവിടെ ഉണ്ടായിരുന്നു? എവിടെയും ദുഃഖമല്ലേ അനുഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കിയത്. സുഖം എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം, തീർത്ത് പറയണം. തിരിഞ്ഞ് നോക്കിയാൽ വീണ്ടും അവിടെ സുഖം ഉണ്ടായിരുന്നു തോന്നും. അതായത് വെള്ളം അവിടെ കിടക്കുമ്പോൾ തോന്നും. മുംബൈയും വെള്ളം പുറകെയും വെള്ളം, നിൽക്കുന്നിടത്ത് മാത്രം വെള്ളമില്ല എന്ന് പറയും പോലെ ഇതൊരു ഭ്രമമാണ്. ഈ ഭ്രമത്തിൽ അകപ്പെട്ട് മൃഗങ്ങൾ ഈ മൃഗതൃഷ്ണാ ജലത്തിൽ പോയി മരിക്കുന്നത് പോലെ ഈ മനുഷ്യരും അവിവേകം കൊണ്ട്, വിവേകമില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ നടന്ന് ഈ ജീവിതം മുഴുവനും ഈ രൂപത്തിൽ പ്രയത്നിച്ച് അവരുടെ പ്രാണൻ നശിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ നിന്ന് മരണമടങ്ങും. ഇതാണ് അവർ പറയണത്. ഇതിനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ പറയണത്. ഇതിൽ നിന്ന് ഒരേ ഒരു രക്ഷയുള്ളത് എന്താണ്? താൻ ആത്മസ്വരൂപമാണെന്നുള്ളത് അറിയണം. താൻ ഈ ശരീരമല്ല, നമ്മളീ കാണുന്ന ഈ ശരീരമല്ല, ഈ മനസ്സുമല്ല, അത് പിന്നെ ബുദ്ധിയാണ്. ആ ബുദ്ധിയുമല്ല, ഈ പ്രാണനുമല്ല, ഈ അങ്ങോട്ട് മുകളിലോട്ട് താഴോട്ട് പോകുന്ന ശ്വാസവും ആ പ്രാണനുമല്ല, ഈ അഹങ്കാരമല്ല, ഞാൻ എന്നുള്ള ഒരു അഭിമാനം ഇല്ലേ, അതുമല്ല ഞാൻ. ഇതിനെല്ലാം വിലക്ഷണമായ ഒന്നാണ് ഞാനെന്നറിയാം. അതാണ് വായിക്കാൻ പോയത്. അപ്പം അതിൻ്റെ ഒരു മുഖവരി എങ്ങനെയോ വന്നു ചേർന്നു ഇവിടെ. ഈ 8ാം വർണ്ണകത്തിൽ തുടങ്ങാം. 8ാം വർണ്ണകം. മുൻപ് പറഞ്ഞ പോലെ പരമാത്മാവ് ശരീരത്രയ വിലക്ഷണമെന്നതും അവസ്ഥാത്രയ സാക്ഷി എന്നതും പഞ്ചകോശ വ്യതിരിക്തനെന്നതും ആയ 4 ലക്ഷണങ്ങൾ 4 വർണ്ണകങ്ങൾ കൊണ്ട് ചൊല്ലപ്പെടുന്നു. ഇനി പറയണം
ഈ ആത്മാവിൻ്റെ, ഈ പരമാത്മാവ് ശരീരത്രയ വിലക്ഷണനാണ്. ഈ 3 ശരീരങ്ങൾക്കും വിലക്ഷണനായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ്. നമുക്കുണ്ടാകുന്ന ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതാണ് 3 അവസ്ഥകൾ. ഈ 3 അവസ്ഥകൾക്കും ഇത് സാക്ഷിയാണ് ഈ ആത്മാവ്. 3 പഞ്ചകോശ വ്യതിരിക്തനാണ്. പഞ്ചകോശം എന്ന് വെച്ചാൽ പിന്നെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെയുള്ള 5 കോശങ്ങളാണ്. ഈ 5 കോശങ്ങളാകുന്ന ഓറ ഇട്ട് ധരിച്ചുകൊണ്ട് ആത്മാവ് അതിനകത്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഒരു ഐഡിയക്ക് വേണ്ടി പറയേണ്ടതാണ്. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ചില നിഗമനങ്ങളാണ്. എങ്ങനെയാണെന്ന് വെച്ച്, ഇപ്പോൾ ഒരു വാള് ഇരിക്കുന്നു, അല്ല ഒരു കത്തി ഇരിക്കുന്നു, അതിനകത്ത് അതിന് ഒരു ഉറവുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കത്തി കാണാൻ പോകും. അപ്പോൾ നമ്മളെന്ത് പറയും, ആ ഉറ കത്തിയെ മറച്ചിരിക്കുക. ഇനി അതിൻ്റെ പുറത്തൊരു ഉറയും കൂടെ ഇട്ടാലോ 2 ഉറയായി, മറയ്ക്കുന്നത് 2 ഉറയായി. ഇങ്ങനെ 5 ഉറകൾ, ഇതിനെയാണ് ഈ പഞ്ചകോശങ്ങളെന്ന് പറയുന്നത്. ഈ പഞ്ചകോശങ്ങളുടെ ഉള്ളിൽ ഈ ആത്മ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ അറിയാം? പഞ്ചകോശങ്ങൾ വിളങ്ങുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? കോശങ്ങൾ ജഡമാണ്, അതിന് സ്വയമേവ പ്രകാശമില്ല, അതിന് ചൈതന്യമില്ല. പക്ഷെ അത് വിളങ്ങുന്നത് പോലെ തോന്നുന്നില്ലേ? ഈ അന്നമയം, നമ്മുടെ ശരീരമൊക്കെ വിളങ്ങുന്ന പോലെ തോന്നുന്നില്ലേ? എന്തുകൊണ്ട്? ഇതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആത്മ പ്രകാശിക്കുന്നു. ഇതെല്ലാം ഉപലക്ഷണമായിട്ട് തൻ്റെ ആത്മാവ് ഇരിക്കുന്നു എന്നുള്ള ഒരു ഉപദേശമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ലോകമെല്ലാം ഞാനുണ്ടെന്നുള്ളതിനെ അറിയിക്കുന്ന ചില സൂചനകളാണ്. എല്ലാം സൂചനകളാണ്. ഏതിൻ്റെ? താനുണ്ടെന്ന്, താൻ ആത്മാവായി താനിരിക്കുന്നു. അതാണ് സത്യം, അതാണ് എന്നുമുള്ളത്. അതിന് മാത്രം മാറ്റമേ ഇല്ല. ഒരു കാലത്തോ ഒരു ദേശത്തോ ഒരു അവസ്ഥയിലോ ഒന്നിനാലും പരിവർത്തനം വരാത്ത ഒരു നിർമ്മല ബോധമാണ് എൻ്റെ സ്വരൂപം. ഈ സ്വരൂപം ആണ് ഞാനെന്നറിയാതിരിക്കുന്ന ഒരു നിലയാണ് ഞാൻ. അതെങ്ങനെ അറിയാതിരിക്കുന്നു? ചിലപ്പോൾ ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിച്ചിരിക്കും. ദേഹം വെച്ചാൽ ഒരു ദേഹമല്ല, 3 ദേഹങ്ങളുണ്ട്. അതിൽ ഒരു ദേഹമാണ് സ്ഥൂലദേഹം, നമുക്ക് ഈ കാണുന്ന. ഇനി ഒന്ന് സൂക്ഷ്മ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരം, അതാണ് മനസ്സ്. 17 അവയവങ്ങളോട് കൂടി ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞാണ്. 17 അവയവങ്ങളോട് കൂടി ഇരിക്കുന്നതാണ് സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞ് കാരണ ശരീരം, 3-ാം ശരീരം. അപ്പോൾ ഈ ശരീരം ഞാനല്ല എന്ന് വെച്ചാൽ, ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. ഞാനാരാണ്? അഹം ആത്മാ. അഹം ശബ്ദം കൊണ്ട് ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അഹമാത്മാ, ഞാൻ ആത്മാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാ ആരാണ്? ഈ ദേഹമാണോ? ദേഹമല്ലെന്ന് പറയാൻ കാരണം എന്താണ്? ഇതിനെ അറിയല്ലേ. ഇതെല്ലാം അറിയപ്പെടുന്ന പൊരുളിൽ അറിയുന്നവൻ ഇരിക്കില്ല എന്നാണ് ഒരു ശാസ്ത്രമാണത്. അറിയപ്പെടും പൊരുളിൽ അറിയുന്നവൻ ഇരിക്കില്ല. അപ്പം അറിയപ്പെടുന്ന പൊരുള് എപ്പോഴും അറിയുന്നവന് അന്യമായിട്ടേ ഇരിക്കുള്ളൂ. ചേച്ചിയെ ഞാൻ അറിയണമെങ്കിൽ ഞാൻ ചേച്ചിയിൽ നിന്ന് അന്യമായിട്ട് നിന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലെന്നാണ്. ഒരു ഉദാഹരണം പറയുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ട്രെയിൻ നിശ്ചലമായിരിക്കുന്ന പോലെയും വെളിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാടങ്ങൾ ഇതൊക്കെ ഓടുന്നതായിട്ട് തോന്നും അല്ലേ? എന്തുകൊണ്ടാണ്? ഇതൊരു വിപരീത ജ്ഞാനമാണ്. വാസ്തവത്തിൽ അതിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിശ്ചലമായി സ്ഥലത്തിറങ്ങി നിൽക്കണം. നിശ്ചലമായിട്ടിരിക്കുന്നിടത്ത് നിന്ന് ആ ചലനത്തിന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചലനം അറിയണമെങ്കിൽ ആ നിശ്ചലമായ ഒരു സ്ഥലത്തിൽ നിന്ന് നോക്കണം. ഇപ്പോൾ അയാൾ തറയിറങ്ങി നോക്കിയാലോ ട്രെയിൻ ഓടുന്നതായിട്ട് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ ചലിക്കുന്നതായിട്ട് അറിയുന്നില്ല. അതുപോലെ ഈ ദേഹവുമായി താതാത്മ്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് അറിവേത് ദേഹം എന്തെന്ന് അറിയാനൊക്കാതെ ഇത് തങ്ങൾ മിക്സായിരിക്കുകയാണ്. ഇതിനെയാണ് തിരിച്ചറിയാനായിട്ട് നമ്മൾ ആ ബുദ്ധി വിചാരത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുപാട് ലോജിക്കൽ പറയുന്ന വേദം, ഒരുപാട് ചില്ലറ ലോജിക്സൊന്നും അല്ല, ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ ധാരാളം മനസ്സിലാക്കുന്നവർക്കാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, അല്ലേ പറ്റില്ല. ഇപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്താണ്? തൻ്റെ സ്വരൂപം സച്ചിദാനന്ദ ആത്മ, അതിനെ
ഉള്ളതുപോലെ അറിയണം. അങ്ങനെ അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം. അങ്ങനെ അറിഞ്ഞാലോ സർവദുഃഖ നിവർത്തി പരമാനന്ദ പ്രാപ്തി രൂപമായിരിക്കുന്ന മോക്ഷം ഇതിൽ ഇരിക്കുകയാണ്, മുക്തി. എല്ലാവരും മുക്തിക്ക് ആഗ്രഹിച്ചല്ലേ പ്രവർത്തിക്കുന്നത്, അല്ലേ? മുക്തിക്ക് സാധ്യമായി വന്നിടണം പുമാൻ, ഇതൊക്കെയല്ലേ പറയണം. അപ്പോൾ ഭാഗവതം തന്നെ പറഞ്ഞത് ആ മുക്തിയെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണല്ലോ. മുക്തി എന്താണ്? ജനാദിയായിട്ട് ഈ ജീവൻ ജനിച്ചും മരിച്ചും ഇങ്ങനെ കിടന്ന് നരകിക്കുന്ന ഈ സ്വഭാവത്തെ മാറ്റി ഇവൻ ശാശ്വതമായ മുക്തിയെ പ്രാപിക്കുകയാണ്. ഇവൻ ഇതിൽ നിന്നെല്ലാം വിമുക്തനായി വരികയാണ്, വിമുക്തനാക്കണം. ഇത് നമ്മുടെ കർത്തവ്യവും ഇതാണ്. ഒരു മനുഷ്യൻ്റെ കർത്തവ്യം യഥാർത്ഥത്തിൽ എന്താണ്? തിരിച്ചറിയേണ്ടത് ഈ ജീവൻ അനാദിയായിട്ട് ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. ചിന്മസ്വാമി പറയും, ഈ അനാദിയായിട്ട് ഈ ജീവൻ ദുഃഖിക്കുന്നു. ഈ ജീവനെ ഉദ്ധരിക്കാൻ എങ്ങനെ പറ്റും? ഈ ജീവനെ ഉദ്ധരിക്കണം. അങ്ങനെ ഉദ്ധരിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എങ്ങനെ പറ്റും? അതിന് ഗുരുക്കന്മാർ വേണം. സ്വന്തം യുക്തിയിൽ ഇത് ആർക്ക് സാധ്യത? ഒരു വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നല്ലേ ഐൻസ്റ്റീനൊക്കെ. അദ്ദേഹം ബോംബൊക്കെ ഉണ്ടാക്കിയില്ലേ, ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ പ്രൊഡിക്ഷൻ അദ്ദേഹം ചെയ്തത് കണ്ടാൽ അതിശയിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ ഒരു ബോംബ് വർഷിച്ചിട്ട് ആ പ്ലെയിൻ ഇത്ര ഡിസ്റ്റൻസ് മുകളിൽ നിൽക്കണമെന്നും മാത്രമല്ല, ഇതൊക്കെ ചിന്മയസ്വാമി ഭയങ്കരമായിട്ട് പറയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇത് ആ ബോംബ് വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ പ്ലെയിൻ ഇത്ര ദൂരം പാസ് ചെയ്തിരിക്കണമെന്നൊക്കെയാണ് യുദ്ധമുള്ള കണക്കുകൾ. ഇത് ആർക്ക് പറ്റും? ഇതൊരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ എറിഞ്ഞ് കണ്ടിരുന്നെങ്കിൽ ഈ ഉണ്ടാക്കിയ ആൾ തത്ത് എല്ലാം അവിടെയുള്ള സകലം ചത്ത് നാശമായത്. അപ്പോൾ നോക്കണേ, ഇതിനകത്ത് ഇത്രയും ബുദ്ധിമാനായ ഐൻസ്റ്റീൻ പോലും അവസാനം അദ്ദേഹം പറഞ്ഞു, ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് എവരിവെയർ. കാരണം ഇയാളുടെ ബുദ്ധി ഒരു പരിധിക്കപ്പുറം എന്തോ ഒരു സാച്ചുറേഷൻ വരുന്നു. ഈ സാച്ചുറേഷന് ശേഷം ഉള്ള കാര്യങ്ങൾ ഇയാൾക്ക് പറയാൻ പറ്റില്ല. വേറൊന്നുമല്ല, സമാധി വരെ സമാധി അവസ്ഥയാണ്. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് ഒരു ഗുരുവിനെ കാണുകയോ ആ ഗുരുവിൽ നിന്ന് ഉപദേശം നേടുകയോ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ തൻ്റെ ബുദ്ധിയുടെ ഒരു സാച്ചുറേഷനായിട്ട് അദ്ദേഹം ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹം അങ്ങനെ കുറച്ച് നേരം ഇരുന്നു, ഉറങ്ങുന്ന പോലെ ഇരുന്നിട്ട് വേണമെന്ന് തോന്നുന്നു. അവിടെയെല്ലാം ഗുരുക്കന്മാർ വേണം. ഇതിനകത്തേക്ക് ഉണ്ടാകുന്ന അതിശയകരമായ അത്ഭുതകരമായ അനുഭവങ്ങളുണ്ട്. ഇതിനെല്ലാം ഗുരുക്കന്മാർക്കല്ലാതെ ആർക്കും ഇതിനെ ചൂണ്ടിക്കാണിക്കാനോ നമുക്കത് പ്രയോജനപ്പെടുത്തുന്ന വിധം ചെയ്യാനോ പറ്റില്ല. അതൊക്കെ എല്ലാവരും ചിലർ കണ്ടില്ലേ, ചിലർ ഇതൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവർ ഈ പറഞ്ഞ കണക്ക് എന്തോ ഉന്മാദം, ഭ്രാന്തൊക്കെ തുടങ്ങിയതിലൊക്കെ പോകും. കണ്ടിട്ടില്ലേ? മറ്റേ രവിശങ്കർ എന്തൊരു രവിശങ്കർ ശ്രീ രവിശങ്കർ അദ്ദേഹം കുഴപ്പമില്ല, അദ്ദേഹത്തിനെ നമ്മൾ വിമർശിക്കുന്നതല്ല. ഈ പറയുന്ന ഘടയോഗമൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിന് തക്ക മനസ്സിന് ശുദ്ധി വന്നില്ല. മാത്രമല്ല ഞാനും കേട്ടിട്ടുമില്ല. അപ്പോൾ എന്തു പറ്റും? പെട്ടെന്ന് വരുമ്പോൾ അവർക്ക് ഉന്മാദവും ഭ്രാന്തവും ഒക്കെ ആയി. വിവേകാനന്ദ സ്വാമി തന്നെ ശ്രീ രാമകൃഷ്ണ പരമഹംസ സ്വാമിയുടെ അടുത്ത് പോയിട്ട് കളിയാക്കുകയാണ് ചെയ്തത്. അങ്ങെന്താ ഇങ്ങനെയായിരുന്നു ഓടിയെ മറ്റു വയ്ക്കുന്ന, അങ്ങേ കണ്ടാൽ ഒരു ഭ്രാന്തൻ്റെ ലക്ഷണമാണല്ലോ എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, അങ്ങ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? പരമഹംസൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട് കുഞ്ഞെ. അതെങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നോട് പറഞ്ഞു. നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ, ഇതുപോലെ പ്രത്യക്ഷമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്താ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പാസ്റ്റ് ടെൻസ് പറഞ്ഞല്ല, അത് അങ്ങനെയാണ് പോലെ, അത് അങ്ങനെ ഇരിക്കുകയാണത്. ഇപ്പോഴത്തേനും വിവേകാനന്ദ ആ കുട്ടിക്കാലത്തെ വിവേകാനന്ദൻ നരേന്ദ്രനാണ്. അദ്ദേഹത്തിന് അത് ഭയങ്കര തമാശ തോന്നി. ഈ വട്ടം എന്തൊക്കെ പറയണം എന്നുള്ള രീതിയിൽ. ശരി, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരും അല്ലേ? ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അതിനെന്താ പറയാനുള്ളത്? ദൈവം ആ നടുവിൽ ഒന്ന് സ്പർശിച്ചു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അവിടെ നിലവിളിച്ചു. ആര്? വിവേകാനന്ദൻ. എന്തുകൊണ്ട്? ആ കാലത്ത് ഇത് വന്നുകൂടാ. കാരണം ഇതിൻ്റെ ജ്ഞാനം, ഇതിൻ്റെ പരിപൂർണമായും ഇതിനെപ്പറ്റി നല്ലതുപോലെ മനസ്സിലാക്കി വന്ന ഒരാളിനെ ഇത് വലിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് സ്വാമി എന്നെ പറഞ്ഞിട്ടുള്ളൂ, ഉന്മാദവും ഭ്രാന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സച്ചാനന്ദ സ്വാമിയെ പറ്റി സ്വാമി പറഞ്ഞിട്ടുള്ളൂ, ചിന്നസ്വാമി പറഞ്ഞിട്ടുള്ളൂ. കഠിനമായ ഈ തപസ് ചെയ്ത് ബുദ്ധി ഉരുകിപ്പോയി. മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഉന്മാദമാണ്, ഒരു വല്ലാത്തൊരു നേച്ചറാണ്.
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഈ ഇടയ്ക്കെടുത്ത് ഇട്ടെന്തെന്നറിയാമോ, നല്ല വശത്തിന് ഇതിനെ മനസ്സിലാക്കണം ആദ്യം. ഇങ്ങനെയാണ് ഈ ലോക സത്യബുദ്ധി പോകണം ഇതിൽ നിന്നത്. ഇതൊരു പ്രതീതിയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നാൽ അറിയപ്പെട്ടുകൊണ്ട് തന്നാൽ അനുഭവിക്കുന്ന വിധത്തിലിരിക്കുന്നതാണ്. വാസ്തവത്തിൽ താൻ ഇതുമായിട്ട് എങ്ങനെ റിലേഷൻ എന്ന് ചോദിച്ചാൽ താനുമായിട്ടൊരു ബന്ധവുമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റക്കെട്ടായിട്ട് ഞാനെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കോമ്പൗണ്ട്, ഒരു നില, ഇതിനെയാണ് സമുദായ അവസ്ഥ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയാണ് അജ്ഞാനമായിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിരിക്കണം. ഈ ചൈതന്യം ഇതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. വാസ്തവത്തിൽ ഇത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ചൈതന്യത്തെ ഇതിൽ നിന്ന് പിരിഞ്ഞാൽ ആ ജഡവസ്തുക്കൾക്ക് എക്സിസ്റ്റൻസും ഇല്ല. മനസ്സിലായോ? ജഡവസ്തുക്കൾ ഇതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്, കടമെടുത്തുകൊണ്ടാണ്, ബോറോഡ് എക്സിസ്റ്റൻസ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം ഇതിൽ നിന്ന് കടമെടുത്ത എക്സിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യണം. അതിൽ നിന്ന് തന്നെ പിൻവലിച്ചാൽ ഇതൊന്നുമില്ല. അതാണ് ശുദ്ധമായ ബോധം മാത്രമായിട്ടുള്ള ഇത് പിൻവലിച്ചാലേ പിന്നെ അതിലെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് വാസ്തവം പറഞ്ഞാൽ അതാണ് ഇത് ജഡം 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 എന്ന് വേദം ആദ്യമേ കയറി പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ജഡമാണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഇതിൻ്റെ സ്വഭാവം ഇത് താനാണിപ്പോൾ ഇതിലൂടെ എല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആത്മ തന്നെയാണ് സർവത്ര പരിപൂർണമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? ഇവനെ കൊള്ളാല, തെങ്ങ് ബ്രഹ്മം തന്നെ, അല്ലെങ്കിൽ മാവും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് പ്രയോജനം? പറയേണ്ട ഇതാണ്, താൻ ഇതിനെല്ലാം വിളക്കിയിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഞാനാണ് വിളക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മ. ഞാനെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. ഞാനെന്ന് പറഞ്ഞാൽ അഹങ്കാരിയല്ല പറഞ്ഞു. അഹമാത്മാ, ഞാൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണന് പറഞ്ഞില്ലേ, എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. പിന്നെ ഉള്ളതുപോലെ തോന്നുന്നു, എല്ലാം നൂലിൽ മണികൾ പോലെ എന്നിൽ കോർത്തു നിർത്തണം. ഇതെല്ലാം കേവലം നൂലിൽ മണികൾ പോലെ എന്നിൽ ചേർന്ന് നിൽക്കുന്നതാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ളത് ഞാൻ മാത്രമാണ്. ആ നൂലാണ് ഇതിൽ പ്രസക്തം, ബാക്കിയെല്ലാം ഇതിൽ അപ്രസക്തമാണ്. ആ നൂലിനെ പിൻവലിച്ചാൽ എല്ലാത്തിലും ഇങ്ങനെ തന്നെ പറയുന്നു, കടമാണ്. ആ കടത്തിൽ നിന്ന് മണ്ണിനെ പിൻവലിച്ചാൽ എന്തുകൊണ്ട് ചേച്ചി? സ്വർണം, ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ പിൻവലിച്ചാൽ എന്തുണ്ട്? ഇതിലോട്ടോ ഒന്നുമില്ല. വാസ്തവത്തിൽ ഇതുപോലെയാണ് ഈ ലോകം ഇരിക്കുന്നത്. ഈ താനാകുന്ന ചൈതന്യവിശേഷത്തെ ഇതിൽ നിന്ന് പിൻവലിക്കാനുള്ള ഒരു അഭ്യാസമാണ് നമ്മൾ ചെയ്യണം. പിൻവലിക്കുമ്പോൾ സത്യത്തിൽ ഒന്നും തന്നെ ഇല്ല. അതാണ് പറഞ്ഞത്, ശുദ്ധമായിട്ട് ബോധം മാത്രമേ ഉള്ളൂ. സർവത്ര പരിപൂർണമായിട്ട് ഇത് നിറഞ്ഞിരിക്കുന്നു. ഇതിനെയാണ് നമ്മളെ ധരിപ്പിക്കുന്നത്. അങ്ങനെ വേദം കഠിന പ്രയത്നം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ്ട് 12 അധ്യായം കൊണ്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിക്കുന്ന ഇതാണ്. മുൻ പറഞ്ഞതുപോലെ പരമാത്മാവ് ശരീരത്രയെ വിലക്കൻ എന്നതും അവസ്ഥാത്രയെ സാക്ഷി എന്നതും പഞ്ചകോശ വ്യതിരിക്തൻ എന്നതും സച്ചിദാനന്ദ സ്വരൂപൻ എന്നതുമായ 4 ലക്ഷണങ്ങൾ 4 വർണ്ണകങ്ങൾ കൊണ്ട് ചൊല്ലപ്പെടുന്നു. ഇനി പറയാൻ പോവുകയാണ്, 4 ലക്ഷണങ്ങൾ 4 വർണ്ണകങ്ങൾ കൊണ്ട് ചൊല്ലപ്പെടുന്നു. ഇപ്പം 8 ആയില്ലേ, 8 4 12, 4 വർണ്ണങ്ങൾ കൊണ്ട് ഈ 4 ലക്ഷണങ്ങൾ പറയാൻ പോവുകയാണ്. അതിന് പറയണം, അവകളിൽ ശരീരത്രയ വിലക്ഷണവും പഞ്ചകോശ വ്യതിരിക്തവും തന്നെയാണ് അദ്വന്ദ്വാവൃത്തി ലക്ഷണം. അവസ്ഥാത്രയ സാക്ഷിത്വം തടസ്ഥ ലക്ഷണം. സച്ചിദാനന്ദ സ്വരൂപത്വം സ്വരൂപലക്ഷണം. ഇങ്ങനെ 3 രൂപത്തിലാണ് ഈ ലക്ഷണങ്ങളെ കൊണ്ട് ആത്മനിർണയം, ആത്മാവിനെ നിർണയം ചെയ്തിരിക്കുകയാണ്. നിർണയത്തെ അതിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ലക്ഷണാവൃത്തിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ദാഹവും അതിനെ അറിയണമെന്നുള്ള ആഗ്രഹവും പുണ്യവും ഗുരുവിൻ്റെ അനുഗ്രഹവും ഒക്കെ വന്നവർക്ക് ഇത് തോന്നും. ഇവർക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ടാവും ഇത് കേൾക്കുമ്പോഴേ. നമുക്കൊക്കെ അത് ഉണ്ടാവുന്നില്ലെന്ന് നോക്കിയിട്ട്, ഉണ്ടാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ആ പുണ്യം പോരാ, ഗുരുവിൻ്റെ ആ അനുഗ്രഹം പോരാ, ഇതൊക്കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കോളൂ. മനസ്സിലായില്ലേ? ഇതല്ലെങ്കിൽ ഇതൊരു വല്ലാത്ത ഒരു സബ്ജക്റ്റാണ്.
നമുക്കൊക്കെ ഈ അടുത്ത കാലത്താണ് ഇത്രയും കയറി കൊള്ളാൻ തുടങ്ങിയത് അദ്ദേഹത്തൊക്കെ. ഇത് ശരി, നമ്മളെ ബാധിക്കുന്നതാണല്ലോ. പക്ഷേ സ്വാമി പറഞ്ഞിട ഇങ്ങനെ അങ്ങ് പോയാൽ മതി, നീ കൂടുതലൊന്നും ഓവറായിട്ട് ആക്ട് ചെയ്യണ്ട, ഓവറായിട്ട് ഇതിനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ സ്വാമിയുടെ കർശന നിർദ്ദേശമാണ്. നമ്മൾ പ്രാരംഭം ഇരിക്കുകയല്ലേ, പിള്ളേരെ കുട്ടി പ്രാരംഭം ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് സഡൻ ആയിട്ടൊരു ചേഞ്ച് ഇതിൽ വേണമെന്നില്ല. അവർ പറഞ്ഞു പതുക്കെ പതുക്കെ ഈ സമാധി അവസ്ഥ ഇതിൽ വന്നു ചേരും. ഈ വിക്ഷേപം ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പം മാറി നിൽക്കുന്നത്. വിക്ഷേപം എന്ന് വെച്ചാൽ അതൊന്നും ഇതൊന്നും മറ്റൊന്നും മറിച്ചൊന്നും ഇങ്ങനെ തുടങ്ങിയ വിക്ഷേപം ഇതൊരു പരിധി വരെ നമ്മുടെ പ്രാരബ്ധമാണത്. പക്ഷെ ഇത് ഇരിക്കെ തന്നെ ഇതിൻ്റെ അർത്ഥശൂന്യതയെ നമ്മൾ ബോധവാനായാൽ സ്വാഭാവികമായിട്ടും ഈ അനുഭവം ഇതിൽ പ്രത്യക്ഷപ്പെടും. നമുക്കിപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നില്ല. ഇതൊരു പ്രാരബ്ധ വിശേഷമാണ്. ഈ പ്രാരബ്ധം ഏതുവരെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ശരീരം ഉള്ളത് വരെയുണ്ട്. ഈ ശരീരം ഏതുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ജ്ഞാനം ഉണ്ടാകുന്നത് വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ശരീരം ഇതിൽ ഇപ്പോൾ ഒരു ശരീരം പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറൊരു ശരീരം വരും. അത് കണ്ടിന്യൂസ് ആയിട്ട് ശരീരം ഇതിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ഓരോരുത്തരും എത്ര ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞില്ലേ. എത്ര ജന്മം പണിപ്പെട്ടിക്ക് ഇക്കാലം മധ്യജന്മത്തിൽ വന്നു പിറന്നത്, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ മരങ്ങളായി മധ്യജന്മത്തിൽ വന്നു പിറന്നത്. മധ്യജന്മം പറഞ്ഞാൽ ഇതിലേറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ്. ഈ ജന്മം കൊണ്ട് ഒരാൾക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മുക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച് മുക്തി അടയണം. ഇതാണ് തീരുമാനം. ഇനി ഇതിൽ പറ്റാതെ വന്നാൽ വീണ്ടും ആ സൈക്കിൾ പിന്നെ ആവർത്തിക്കും. എങ്ങനെ ആവർത്തിക്കും? വീണ്ടും ഈ പറഞ്ഞ പുഴു മുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദൻ പറഞ്ഞു ഘോരമായ സംസാര സമുദ്രത്തിൽ വീണ് എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഘോരമായ സംസാര ചക്രം എന്ന് പറയാൻ കാരണം ഈ ഘോരത നമ്മളിപ്പോൾ എന്തുമാത്രം സ്വതന്ത്രരാണെന്ന് പറയും. മനുഷ്യൻ്റെ അത്ര സ്വാതന്ത്ര്യം ഏതെങ്കിലും ജന്തുക്കൾക്കുണ്ടോ? പക്ഷേ ഭയക്കാണ്. ഒരു സിംഹമാണല്ലോ ഏറ്റവും വലിയ മൃഗം. പക്ഷേ അതിന് ഒരു ശബ്ദം പോലും കേട്ടാൽ അവർ പേടിക്കുകയാണ്. അവർക്ക് ഉറക്കം പോലും കിട്ടൂല. കാരണം എന്താ വെച്ചാൽ അടുത്ത് തന്നെ ആക്രമിക്കാനായിട്ട് ആരോ ഒരാൾ വരയിടും. എപ്പോഴും ഒരു ഭീതിയിലാണ് ഈ മൃഗങ്ങളെല്ലാം കഴിയുന്നത്. എല്ലാ പക്ഷികളും എല്ലാം ഉരകങ്ങളും മത്സ്യങ്ങളും എല്ലാം ഭയന്നാണ് ജീവിക്കുന്നത്. മനുഷ്യർക്ക് ഭയം വേണോ? ഒരു പരിധി വരെ അവർ നല്ല വീടൊക്കെ ഉണ്ടാക്കി. അതുമാത്രമല്ല ഈ നിയമസംഹിതകൾ ഉണ്ടാക്കി അല്ലേ? നിയമസംഹിതകൾ അവർക്കുണ്ടോ? ചിലപ്പോൾ കാണുമായിരിക്കും. കാടൻ നിയമസംഹിതകൾ കാണുമായിരിക്കും. പക്ഷേ നിയമസംഹിത ഉണ്ടാക്കി നമ്മൾ അതിനകത്ത് ആ ചട്ടക്കൂട്ടിൽ നമ്മൾ മനുഷ്യരായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെപ്പോലെ സ്വാതന്ത്ര്യമുള്ളവർ ലോകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യ ജന്മം മുക്തിക്ക് അനുകൂലമായ ജന്മമാണ്. മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അവൻ മുക്തിക്ക് വേണ്ടി മാത്രമേ പരിശ്രമിക്കാവൂ. വീണ്ടും മൃഗശൈലികളെ ഇതിൽ കൊണ്ടുവന്നിട്ട് അധപ്പതിക്കരുത്. കാരണം വീണ്ടും നമ്മൾ താഴെ പോകും. നമ്മുടെ സ്വാമി പറയും, നെച്ചൂർ സ്വാമി പറയും, ഇതൊരു ഏണിയും പാമ്പും കളി പോലത്തെ കഥ. സ്വാമി പറയുന്നുണ്ട്, രസമായിട്ട് പറയും. നമ്മൾ ഏണിയിൽ ഇങ്ങനെ കയറി മോളിൽ ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തൊരു പാമ്പ് നിൽക്കുകയാണ്. പക്ഷേ ആ പാമ്പ് വിഴുകിയ ഇപ്പോൾ 12 നമ്പറിൽ നിന്നാണ് 97 കയറിയത്. പക്ഷേ കളിയുടെ പ്രശ്നം കൊണ്ട് അതിലൊരു പാമ്പ് വിഴുകി അയാൾ 1 വന്നു. മനസ്സിലായില്ല? ഇതുപോലെ ഒരു കട്ടയും ഏണിയും പാമ്പും കളിയാണ് ജീവിതം. സാരിക്ക് മനസ്സിലായി. എത്ര ഉയർന്നാലും പച്ചക്കേടാണെങ്കിൽ അവിടെ നിന്ന് പാമ്പ് വിഴുകി താഴെ വരും. ഒന്നിൽ വരും പിന്നെ ഒന്നേന്ന് തുടങ്ങി. ഇതുപോലെയാണ് ഈ ജീവിതം. ഇതിനെയാണ് വളരെ സൂക്ഷിച്ച് സ്വന്തം. ഇതൊരു ഞാണിന്മേൽ കളിയാണ് ഈ ജീവിതം.
അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ജീവൻ അധപ്പതിക്കും. അതുകൊണ്ടാണ് ഇതിൽ ആ അധപ്പതനം മാറണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രം. ഇപ്പം നമ്മളൊക്കെ ഒരു പരിധിവരെ കയറിയവരാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും ഗുരുക്കന്മാരെ ആശ്രയിച്ച് ശ്രീരാമാനന്ദ പ്രസ്ഥാനത്തിൽ വന്നു ചേർന്നു, അനുഷ്ഠാനങ്ങൾ വാങ്ങി. ഈ രൂപത്തിലെല്ലാം നമ്മളെല്ലാം ഒരു വിധത്തിൽ ധന്യരാണ്. പക്ഷേ എന്നാലും കയ്യിലിപ്പ് മോശമാണെങ്കിൽ പാമ്പ് വിഴുങ്ങി ഒന്നിൽ വരും. അത് വരാൻ ശ്രദ്ധിക്കുക, അത്രയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 8-ാം പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വായിക്കാം. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണഭൂദേശ പ്രസീത കരുണാനിധേ ഉമാരമണഭൂദേശ പ്രസീത കരുണാനിധേ. നമസ്കാരം സന്നിധവും ശരീരമർത്ഥം പ്രാണം ച